മമ്മി കബഡി കളിച്ചതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സമയം 3:45 2 മണി കഴിയുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കണ്ടേ എന്ന് വിചാരിക്കല്. അതെ അതെ നമ്മൾ ഇവിടെ ഉള്ള ഫലൂദ നേഷനിലെ എല്ലാ ഫലൂദയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ഹിവ? അപ്പൊ ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫലൂദ ലവേഴ്സിന് സ്പോൺസർ ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാ ഐസ്ക്രീം പ്ലസ് പൈസ പോട്ടെ, പവർ വരട്ടെ അല്ലേ ഹിബ? നമ്മൾ എല്ലാ ഫലൂദയും നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാ ഐസ്ക്രീം പ്ലസ് ഫലൂദ ലവേഴ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ ബീച്ചിൽ തിരക്കുണ്ടോ? നമ്മളെ ബീച്ചല്ല, നിങ്ങളെ ബീച്ചിൽ തിരക്കുണ്ടോ? നിങ്ങൾക്ക് ബീച്ചൊന്നുമില്ല. അല്ല, നമ്മളെ ബീച്ചല്ലേ, നമ്മള് ഇന്ത്യക്കാരല്ലേ. ഇന്ത്യക്കാര് തേങ്ങയൊന്നുമില്ല, നമ്മള് കോഴിക്കോടാരെ ബീച്ചാണ്. ഓ, അസ്കാന്റെ സ്കൂൾ എത്തിട്ടോ, സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വേണ്ടതൊക്കെ. അവിടെ ഏതൊക്കെ ഫലത്ത് വേണം വേണ്ടെന്നുള്ളതിനൊക്കെ ലിസ്റ്റ് കൊടുത്തോണ്ടിരിക്കാണ്. ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തു സാധനം വരും കേട്ടോ ശിവ. അപ്പൊ ഈ കാണുന്ന ഫലൂദ ഫുള്ള് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഓർഡർ ചെയ്തു, മൊത്തം. ഇവിടെ ഉള്ള എല്ലാ ഫലൂദയും ഓർഡർ. ഇനി ഒരു 5-6 നമ്മൾ ഓർഡർ ചെയ്യാത്തുള്ളൂ അല്ലേ? ഒരു നമ്മളെ കാറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് തന്നിട്ടോ. നല്ല സർവീസ് ആണ് അല്ലേ? യെസ് ഗൈസ്, അപ്പൊ എല്ലാ ഫലൂദയും വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നോക്ക് എത്ര ഫലൂദ ഉള്ള ഹിബ. ഒന്നെണ്ണ എടുക്ക്. അത്രയും ഫലൂദ, ഇത്ര സ്പൂണുകൾ തന്നെ നോക്ക്. നമ്മൾ വാങ്ങിയതിന് പിറ്റേ സ്പൂണുകളായിട്ട് നോക്ക് ഗൈസ്. മൊത്തം ബില്ല് 4000 റുപ്യന്റെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ ഹിബ? 4000 റുപ്യയുടെ ഫലൂദ ഗൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. 20 ഗൈസ്, 20 ഫലൂദ അവിടെ നിന്ന് വാങ്ങിയത് അല്ലേ ഹിബ നമ്മള്? ഇനി അവിടെ നിന്ന് നമ്മൾ വാങ്ങാത്തതായിട്ട് ഒരു 4-5 ഫലൂദ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് സാധനം മെനു ആണ് അവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലേ ഹിബ? ഫലൂദന്റെ മെനു കേട്ടോ. തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, എന്നാ ഫസ്റ്റ് ഹിബ ടെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ, എന്നാ ഞാൻ ഫസ്റ്റ് ഇതാ വാനില ഉണ്ട്. ഫസ്റ്റ് തന്നെ വാനില ഗൈസ്. ഇത് വാനില എല്ലായിടത്തുള്ള ടൈപ്പാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്തോ, പിടിച്ചോളൂ. ടെസ്റ്റ് വാനില ഗൈസ്. അപ്പൊ ഇതാട്ടോ നോർമൽ സാധനം, എല്ലാരും തിന്നുന്ന നോർമൽ ഐറ്റം കേട്ടോ വാനില എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. അടിപൊളി വാനില, സൂപ്പർ, നൈസ് ആണ് അല്ലേ? അപ്പൊ വാനില നല്ല കലക്ക സാധനമാണ് അല്ലേ ഹിബ? അടിപൊളി സാധനമാണ്. ഇനി നമുക്ക് സ്ട്രോബെറി. ഇതൊരു എല്ലാരും ഇതാക്കുന്ന സാധനം തന്നെയാണ് ഹിബ, സ്ട്രോബെറി എന്ന് പറഞ്ഞാല്. അപ്പൊ സ്ട്രോബെറി എടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ. ഇത് കുഴപ്പമില്ല, എനിക്ക് സ്ട്രോബെറി വലിയ ഇഷ്ടമല്ല. അതായത് സ്ട്രോബെറിന്റെ ഐസ്ക്രീം തീരെ ഇഷ്ടമല്ല. ഇതൊക്കെ നല്ല ഇഷ്ടാട്ടോ അത്. അപ്പൊ മൂന്നാമത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. മൂന്നാമത്തത് ഇതാ. എടുത്തോട്ടോ, കണ്ണൂട്ടി എടുക്കട്ടെ ഹിബ. കണ്ണൂട്ടി എടുക്കണ്ട് ഏതെങ്കിലും ഒന്ന്. ഏതാണിത് ഗൈസ്? ബട്ടർ സ്കോച്ച് ഫലൂദ. ഇതിലൊക്കെ ഒരു ബേസിക്കലി ഇപ്പൊ വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല, ഐസ്ക്രീം മാറുണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന നോർമൽ ഫലൂദാസ് ആട്ടോ. നമ്മൾ അടിപൊളി സാധനങ്ങളൊക്കെ ഇനി വരുള്ളൂ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെയുണ്ട് അപ്പൊ ബട്ടർ സ്കോച്ച് ഫലൂദ തിന്നണ നൈസാ. ഓക്കെ, കണ്ടോ ആ മഞ്ഞ കളറും കൂടെ എത്തിയിട്ടില്ല. അപ്പൊ അടിയിൽ നട്ട് എടുക്കണേ. ഓ നൈസാട്ടോ. ബട്ടർ സ്കോച്ച് ഭയങ്കര ഒരു കുത്തുന്ന ചോയ അല്ലേ ഹിവ? 3 ടെസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് എത്ര 17 ബാക്കിയുണ്ട്. എന്നാ ഞാൻ കണ്ണൂട്ടി എടുക്കട്ടെ. ഇത് മതി. ഷാലിമാർ ഫലൂദ ഹിബ. ഷാലിമാർ ഫലൂദ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഷാലിമാർ കമ്പികൾ സ്റ്റീലുകൾ അതല്ല, കുഴപ്പമില്ല. ശരിക്കും നമ്മളെ പാൽപ്പേട നമ്മളെ ബോംബെയിലൊക്കെ പോകുമ്പോ കിട്ടില്ലേ ഫലൂദ? ഒരു കുട്ടുന്ന ചോയുള്ള ഇത് കിട്ടില്ല സാധനം കേട്ടോ. ഇത് നോക്കട്ടെ ഗൈസ്, ഈ ഫ്രൂട്ട് പഞ്ചിലാണ് കണ്ടോ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ടുണ്ടാവും, കണ്ടില്ലേ? നോക്കി ഓരോ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഗ്ലാസ്സിലാവുമ്പോ നല്ല രസമാണ് കാണാൻ ഹിബ. അടിപൊളി സാധനമാണ് ഹിബ. വേണ്ട വേണ്ട, കുറച്ച് ഐസ്ക്രീം.
ഗൈസ് അപ്പൊ ഇതാട്ടോ ഫ്രൂട്ട് പഞ്ച് ഫലൂദ ഫ്രൂട്ട് പഞ്ച് ഒരു പഞ്ചുള്ള ഫലൂദ ഇല്ല നല്ല പഞ്ച മുംബൈ ഫലൂദ നമ്മളെ ഡോണുകൾ കുടിച്ചിരുന്ന ഫലൂദ ഹിബ ചോട്ടാ ഷക്കീൽ ദാവൂദ് ഇബ്രാഹിം ഇവരൊക്കെ പണ്ട് മുംബൈയുടെ വീതികളിൽ കുടിച്ചിരുന്നത് എന്തായിരുന്നു ഹിബ മുംബൈ ഫലൂദ അല്ലേ ഒരു രാവിലെ വൈകുന്നേരം ഒക്കെ മുംബൈ ഫലൂദ ഓടിക്കും അത് കഴിഞ്ഞ് ഈ ബാറിൽ പോയിട്ട് അടിച്ച് മാട്ടായി കിടക്കും അല്ലേ ഹിബ മുംബൈ ഫലൂദ ഇതിന്റെ കളറുണ്ട് ഒരു മഞ്ഞ കളർ ഹിബ ആണല്ലോ മുംബൈ ഫലൂദ എനിക്ക് ഇഷ്ടമില്ല നമ്മളെ ഈ പാസിന്റെ ചോയെ ദാവൂദ് ഇബ്രാഹിമിനൊക്കെ സമ്മതിക്കണം ഇത് കുറച്ച് കുത്തണ ചോയ കേട്ടോ ഞമ്മക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഭയങ്കര കുത്തുണ്ട് ഏതത് എന്താ വായിക്കാൻ കിട്ടില്ല ആ ഗൈസ് ഇത് മലായി കുൽഫി ഫലൂദ തോന്നുട്ടോ നോക്കാം മലായി കുൽഫി നമുക്ക് ഇഷ്ടം മലായി പറഞ്ഞാ എന്താ അറിയോ പാല് മാല ഗൈസ് അപ്പൊ ഇത് മലായി കുൽഫി കേട്ടോ ടെസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് പാലുരുക്കിയതല്ലേ നീണ്ടേ പാൽപ്പഴന്റെ വെള്ളം കുടിക്കണമായിട്ടുണ്ട് അടിപൊളിയാ മലായി കുൽഫി അല്ല എല്ലാരും വേസ്റ്റ് നോക്കാൻ ഞാൻ പറഞ്ഞത് ഗൈസ് അപ്പൊ മലായി കുൽഫി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇഷ്ടമില്ല അല്ലെങ്കിൽ ഞാൻ മാറ്റി വെച്ചേക്കും കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിർത്തുന്നു ഇതൊക്കെ ഒരു നമ്മള് ഹിന്ദിക്കാരോട് വെച്ചാലേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പാൽപ്പേട ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത് ചോക്ലേറ്റ് ഫലൂദ അപ്പം ചോക്ലേറ്റ് ഫലൂദ നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കാം കുഴപ്പമില്ല ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് നല്ലോണം കുത്തി നിൽക്കും അല്ലേ ഉയർന്നു നിൽക്കും ഇനി അടുത്തെടുത്തോളൂ ഒരു ബ്ലാക്ക് ഊറാനിട്ട ഇതെന്താ സാധനം ബ്ലാക്ക് യൂറോനട്ടോ ഗൈസ് അപ്പൊ അടുത്തത് ബ്ലാക്ക് കറന്റ് ഫലൂദ ഹിബ പൊട്ടിക്കുന്നത് എന്താ ഹിബിന്റെ പേര് ബ്ലാക്ക് കറന്റ് ആ ഗൈസ് ഇത് കുടിച്ചാൽ ഒരു കറന്റ് അടിച്ച പോലെ ഫീൽ ചെയ്യുന്നതാണ് ഇതിന്റെ ലാവൻഡർ കളർ അതാ ഞാൻ ഈ കളർ നോക്കി സെലക്ട് ചെയ്താ ഓ എന്താ ബ്ലാക്ക് കറന്റ് എന്നൊന്നും അറിയില്ലല്ലോ ആ എന്തോ ഒരു സാധനമാണ് തോന്നുന്നു എനിക്കറിയില്ല എന്താന്ന് എങ്ങനെയുണ്ട് ബ്ലാക്ക് കറന്റ് ഇഷ്ടമില്ല ഇല്ല ഇനി വേറെ ചെയ്യാം എന്താന്ന് കൂടി അറിയില്ല ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും മനസ്സിലായോ ഞമ്മക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ലേ ഉള്ളൂ ആയിരിക്കും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്കും ഇഷ്ടമില്ല ഇത് പോരാ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ ഇവ അതന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്റെ സെലക്ഷൻ ഒക്കെ ഒരു മണ്ടത്തരായിരിക്കും ഞാൻ ഒഴികെ സ്വന്തം ജാക്ക് ഫ്രൂട്ട് ഫലൂദ സൂപ്പർ ജാക്ക് ഫ്രൂട്ട് ഫലൂദ കേട്ടോ നമ്മളെ ചക്ക ഫലൂദ ഓക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം നൈസ് ആട്ടോ ഓ കിടിലൻ സാധനം ചക്കന്റെ സീസൺ കഴിഞ്ഞ സമയത്ത് ഈ ചക്ക തിന്നുമ്പോൾ എന്ത് തോന്നുന്നു നൈസ് ആട്ടോ ചക്കപ്രഥമല്ലേ പായസം അതിനെപ്പോലെ ഗൈസ് അപ്പൊ കോഴിക്കോട് കല്ലായി കുണ്ടുങ്ങലുള്ള കാലിക്കറ്റ് ഗേൾസ് സ്കൂളിൽ പഠിച്ച നമ്പർ 1 ഫുഡ് ബ്ലോഗർ വന്നിട്ടുണ്ട് അതാ റിയോ എത്തിട്ടോ മമ്മീന്റെ അടുത്ത് അതാ ഗൈസ് അപ്പൊ മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ് റിയോക്ക് അപ്പൊ എന്തായാലും മമ്മി ടെസ്റ്റ് ചെയ്തോളൂ ഗൈസ് അപ്പൊ മമ്മി ഫലൂദ ലവർ അല്ലേ ഹിബ അല്ലേ മമ്മി ഫാലൂദ പറയാം ഫാലൂദ ഓക്കെ മമ്മി എന്നാ ടെസ്റ്റ് ചെയ്തോളൂ ഏതാ വേണ്ടിയത് ഗൈസ് മാംഗോ ഫലൂദ മമ്മീന്റെ വിചാരേ ഇത് ഫുള്ള് ഒരാൾ തിന്നണം എന്നൊക്കെയാണ് മമ്മി വെച്ചത് ഇത് ചാലഞ്ചാണ് ചാലഞ്ച് അല്ലേ ഇത് ടെസ്റ്റിംഗ് അല്ലേ ഹിബ അയ്യോ പിറ്ററിയോ പോടാ ഓ മൈ ഗോഡ് ഗൈസ് നമ്മളെ റിയ അപ്പിട്ടോ ഓ ഫലൂദ തിന്ന് പച്ച കളറ് നേരത്തെ മുംബൈ ഫലൂദ വന്ന് തിന്നേ അയ്യോ അതെ ഓക്കെ മമ്മി മാംഗോ ഫലൂദ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ കല്ലായി കൂൾ ബാറിൽ കിട്ടണത്ര ഉണ്ടോ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് മാംഗോ ഹിബ കുറച്ച് തിന്നാ മതി കേട്ടോ ഗൈസ് അപ്പൊ അമ്മായിയും മരുമോളും ഏറ്റെടുത്തിട്ടോ
സ്പാനിഷ് മസാല അല്ല, സ്പാനിഷ് ഫലൂദ. സ്പാനിഷ് മസാല എന്നല്ല, സ്പാനിഷ് ഫലൂദ എടുക്കുന്നുണ്ട്. എടുത്തോളൂ. മമ്മീന്റെ അടുത്ത് റിയ നിക്കണക്ക്. മമ്മി ഇടക്കിടക്ക് ഉമ്മൊക്കെ കൊടുക്കട്ടെ റിയാക്ക്. പിന്നെ ഫുഡും കൊടുക്കും കൊറേ അല്ലേ. എങ്ങനെയുണ്ട് സ്പാനിഷ്? ഓ സൂപ്പർ സൂപ്പർ. ഈ തിന്നണ്ട എന്നിട്ട് പറഞ്ഞാ മനസ്സിലാവില്ല. ടേസ്റ്റ് അല്ലേ. ഓക്കെ അപ്പൊ മുപ്പത് തിന്ന് തീർക്കാൻ വേണ്ടി വന്നത്. ഇത് ടെസ്റ്റിംഗ് ആണ് ഹേ. എന്താണ് ഹേ ഇത്? ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് അല്ല, ടെസ്റ്റിംഗ് ആണ്. ഞാന് മമ്മിക്ക് ഇതാ മുംബൈ ക കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുംബൈ ക കിങ്. ഇതിന്റെ പേരൊക്കെ ഇവ മുംബൈ ക കിങ്. ഇത് മിക്കവാറും മുംബൈയിലെ കുത്തണ സാധനമാവാൻ ചാൻസ് ഉണ്ട്. എടുത്ത് നോക്കിയാ ചിലപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ സാധനം ഉണ്ടാവും. ഇല്ലല്ലേ? കുത്തില്ല. ഓക്കെ റെയിൻബോ ഗൈസ്. അപ്പൊ റെയിൻബോ ആണ് അടുത്തത്. ഹിബ എന്തൊക്കെ റെബേക്കാന്നൊക്കെ. ഹിബ റെബേക്കാന്നൊക്കെ എന്താ മോളെ. ഇമ്മക്ക് വരെ കണ്ണാണ്ട് 10-50 വയസ്സായി ഇമ്മക്ക്. എന്നിട്ട് ഇമ്മക്ക് കണ്ണാണ്ട് 50 വയസ്സായിട്ട്. അപ്പൊ റെയിൻബോ. അപ്പൊ നമ്മള് റെയിൻബോ ഇമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടില്ല എന്നൊക്കെ. ഇവിടെ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഹേ ഗൈസ്. അപ്പൊ ഇതെന്താ ഇതിന്റെ പേരെന്തായിരുന്നു ഇവ? റെയിൻബോ ഫലൂദ അല്ലെ? ഇങ്ങനെ റെയിൻബോ ഫലൂദ. എന്താ അറിയാലോ, മഴവില്ല കേട്ടോ. നെഞ്ചിൽ കൂട്ടുതേ എന്നെ വാർത്തകൾ എങ്ങനെയുണ്ട് ഗൈസ്? ഈ മധുരം തിന്നതിനോട് മമ്മി മധുരത്തിനെ പറ്റിയുള്ള ഒരു പാട്ട് പാടുന്ന കേട്ടോ. മമ്മി മധുരത്തിനെ പറ്റിയൊരു പാട്ട് പാടി. മധുരം അത് പഠിക്കും, അത് പഠിക്കും. ബിന്ദു പണിക്കര് എന്തടി ഇവനിക്ക് എങ്ങനെയാണോ ഞാനാണ് ഇനി വന്നത് എന്തടി? എങ്ങനെയുണ്ട്? നാളെ നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യട്ടോ, പേടിക്കണ്ട. 1 2 3 4 5 6 എണ്ണം ബാക്കിയുണ്ട്. ഗുലാബ് ജാം അല്ല, ഇതിൽ ഗുലാബ് ജാം അവിടെ. അതെ ഗുലാബ് ജാം. ഗൈസ് കണ്ടോ, കണ്ടോ ഗുലാബ് ജാം. ഇതാണ് ഗുലാബ് ജാം ഫലൂദ കേട്ടോ. ഒരു പ്രത്യേക വൈബ് സാധനമാണ്. ഗുലാബ് ജാം ഫലൂദ കിഴുന്ന സാധനമാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. നമ്മൾ അധോലോകം തന്നെ പിടിച്ചിരിക്കുകയാണ് വീണ്ടും. അല്ല, മുംബൈ ഗൈസ്. അപ്പൊ നേരത്തെ നമ്മള് ദാവൂദ് ഇബ്രാഹിമിന്റെ സാധനം എന്നിട്ട് ഈ ചോട്ടാ ഷക്കീല് കുടിച്ച സാധനം കാണിച്ചില്ല. കമോൺ, ഇതാണ് ഗൈസ് മുംബൈ റോസ് ഫലൂദ. കണ്ടോ അല്ലേ ഗൈസ്? അപ്പൊ മുംബൈ റോസ് ഫലൂദ ആണ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഗൈസ്, ഓ മൈ ഗോഡ്, ദിസ് വാവ് ഗൈസ്. മുംബൈ റോസ് ഫലൂദ കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ മറ്റേ നോർത്ത് ഇന്ത്യയുടെ ചോയുണ്ട്. ഇതൊക്കെ നമ്മളെ ഹിന്ദിക്കാർക്കാണ് മാക്സിമം പറ്റുള്ളൂ. പിടിക്കും, പക്ഷെ നമ്മളിതിപ്പോ കൊറേ തിന്നതിനെ കൊണ്ടേ നമുക്ക് കൊറേ കുത്തുന്ന പോലെ ഫീൽ ചെയ്യും. റോസ് ഫലൂദ നമ്മളെ ഹണി ചേച്ചിന്റെ ഫാൻസിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഹണി ചേച്ചിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ. എന്താ നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്. ഐ മീൻ അങ്ങനെയല്ല, ഹണി ചേച്ചി നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? അതെ, അതുപോലെ. ഓക്കെ, നമുക്ക് തിന്നാം അല്ലേ? എന്താ പറഞ്ഞ ഹണി റോസിന്റെ ഫ്ലേവേഴ്സ് ഉണ്ടെന്നോ? ഫ്ലേവേഴ്സ് എന്നല്ല, ഹണി റോസ് കാണാൻ സുന്ദരിയല്ലേ, അതുപോലെ ഈ ഫലൂദ കാണാൻ സുന്ദരിയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. വാവ്, ദിസ് ഈസ് ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന്റെ പേര് റോസ് ഫലൂദ. സൂപ്പർ ഗൈസ്. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 3 ആട്ടോ അതിലുള്ളത് ഗൈസ്. അപ്പൊ കേസാർ പിസ്ത ആണ് ഹിബ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണ. കേസാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേസാർ പിസ്ത ഗൈസ്. എങ്ങനെയുണ്ട് കേസാർ പിസ്ത? നൈസാ ഗൈസ്. അപ്പൊ എത്ര ഗൈസ്, ഇപ്പൊ ടേസ്റ്റ് ഒന്നും ഇനി കുറച്ച് ഞാൻ അറിയൂല കേട്ടോ. ഓ ഗൈസ് നോക്ക്, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പൊ അടുത്തത് ഇനി വെറും പിസ്ത. വെറും പിസ്ത ആണ് മസാറ്റിനും. ഇതാണ് വെറും നാരായണൻകുട്ടി അല്ലേ? വെറും പിസ്ത. വെറും നാരായണൻകുട്ടിയാണ് അത്.
നീണ്ട് ഉമ്മ പഞ്ചാര കട്ടിയാ നീണ്ട് അടിപൊളിയല്ലേ? വെറും പിസ്ത നല്ല ടേസ്റ്റ്. അതെ അതെ. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫലൂദാണ് മമ്മി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണ റബഡി. യെസ് ഗൈസ്, നമ്മൾ 20ാമത്തെ ഫലൂദയുടെ പേരെന്താണ് ഇവ? റബഡി. റബഡി ഫലൂദ. മമ്മി പണ്ട് കബഡി കളിച്ചു. യെസ്, മമ്മി കബഡി കളിച്ചതാണ്. അപ്പൊ നമ്മളെ റബഡി മലായിയുടെ ഫലൂദാണ് ഇത്. റബഡി ഫലൂദ. അപ്പൊ എന്തായാലും മമ്മി ടേസ്റ്റ് നോക്ക്. റബഡി അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉള്ള സാധനം റബഡി പറഞ്ഞാൽ. നമ്മൾ ഡൽഹിയിലൊക്കെ ഇല്ലേ ഇവ റബഡി മലായി ഇന്നില്ലേ നമ്മളന്ന്, അതിന്റെ ഒരു സാധനമാണ്. അടിയൊന്ന് മിക്സ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. അതാണ് റബഡി. ആ സാധനം കിട്ടി. എങ്ങനെയുണ്ട് റബഡി? അടിപൊളി സാധനല്ലേ റബഡി? ഗൈസ്, ഞാൻ എപ്പോഴും റബഡീന്റെ ഫലൂദ കേട്ടോ അവിടെ നിന്ന് കുടിക്കല് സാധാരണ. അതെ, ഞാൻ ലാസ്റ്റ് റബഡി വെച്ചേ. എന്താ ഒന്നുകൂടി വേണോ? ആഹാ. ഇനി ഇവിടെ സ്റ്റേ. ഇപ്പൊ രണ്ടാളും നാളെ റെഡി ആക്കിയോ? ഞാനും റെഡി ആവാ. നമുക്ക് ഇനി പോയിട്ട് ഷുഗറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ ഇവ? സൂപ്പർ. ഗൈസ്, അപ്പൊ എന്തായാലും 20 ഫലൂദ നമ്മൾ അവിടെ ഉള്ള എല്ലാ ഫലൂദയും ഓർഡർ ചെയ്ത്. ഇനി ഒരു 4 എങ്ങനെ ഓർഡർ ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഫലൂദ ടെസ്റ്റിംഗ് വീഡിയോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ മമ്മീനെ സമീപിച്ചാൽ മതി അല്ലെ? എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബോംബെ ഫലൂദയും പിന്നെ ബ്ലാക്ക് കറണ്ടും ആയിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷെയർ ചെയ്യാം.